2024 ഞാൻ കാട്ടാക്കട DYSP ആയിരിക്കുമ്പോൾ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ അതിരാവിലെ തന്നെ ഒരു വിവരം കിട്ടി. കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു 6-7 കിലോമീറ്റർ ദൂരെ മാറി ഒരു റബ്ബർ തോട്ടത്തിലായിട്ട് ഒരു സ്ത്രീയുടെ ശവശരീരം കിടക്കുന്നു എന്നുള്ള വിവരമാണ് പോലീസ് സ്റ്റേഷനിൽ കിട്ടിയത്. അത് അവിടെ റബ്ബർ വെട്ടാൻ വന്നയാൾ ഈ റബ്ബർ തോട്ടത്തിലൊരു സ്ത്രീ മരിച്ചു കിടക്കുന്നതായിട്ട് വിവരം കിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചതാണ്. ആ വിവരം കിട്ടിയ ഉടൻ തന്നെ കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആദ്യം സ്ഥലത്തേക്ക് പോയി. അതിൻ്റെ പുറകെ തന്നെ എന്നെ വിവരം അറിയിച്ചു. ഞാനും പോയിരുന്നു. ഞങ്ങളവിടെ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു കുന്നിൻ ചെരുവാണ്. ആ കുന്നിൻ ചെരുവിൽ ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി മുകളിലാണ്. മുകളിൽ നിന്ന് താഴേക്ക് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം താഴെ ഇറങ്ങി വരുമ്പോഴാണ് അവിടെ ഈ സ്ത്രീയുടെ ശവശരീരം കിടക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് പാടശേഖരമാണ്. ആ പാടശേഖരത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. പ്രധാനമായിട്ടും വരേണ്ട വഴി മുകളിൽ ടാർ റോഡുണ്ട്. ആ ടാർ റോഡ് വഴി അവിടെ വന്നിട്ട് അവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്റർ താഴത്തേക്ക് ഇറങ്ങിയാലാണ് ഈ ബോഡി കിടക്കുന്നത്. ഈ ബോഡി കിടക്കുന്നതിന് ഏകദേശം 25 മീറ്റർ മുകളിലേക്ക് മാറി ഒരു വീടുണ്ട്. ആ വീടിന് തൊട്ടടുത്തായിട്ട് വേറെ അയൽ വീടുകളില്ല, പക്ഷേ അതിൻ്റെ മുകളിലായിട്ട് ചില വീടുകളൊക്കെ ഉണ്ട്. ആ സ്ഥലത്ത് ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീ 25 മീറ്റർ മുകളിലുള്ള ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന സ്ത്രീയാണെന്നും അവരുടെ കൂട്ടത്തിൽ വേറെ 2 പുരുഷന്മാരും കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കിട്ടി. ആളുകളെ ഈ താമസിച്ചവരെ കുറിച്ചുള്ള ഐഡൻറ്റിറ്റി ഒന്നും അയൽവക്കക്കാർക്ക് അത്ര കൃത്യമായിട്ട് അറിയാൻ മേല. ഈ സ്ത്രീയും അവരുടെ ഭർത്താവെന്ന് തോന്നിക്കുന്ന ഒരാളും അതുപോലെ തന്നെ മറ്റൊരാളുമാണ് അവരുടെ കൂട്ടത്തിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ആദ്യം അവിടെ വാടകയ്ക്കായിട്ട് വന്നത് ഈ സ്ത്രീയും അതുപോലെ ഭർത്താവെന്ന് തോന്നിക്കുന്ന ആളുമായിരുന്നു. പിന്നീട് മറ്റൊരാളും കൂടി അവരുടെ കൂട്ടത്തിൽ വന്ന് താമസമുണ്ടായിരുന്നു എന്നാണ് സ്ഥലത്ത് ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ വിവരം കിട്ടിയത്. കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി അയാളോട് കണ്ട് ചോദിച്ചപ്പോൾ അയാൾ ഈ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിരുന്ന ആണെന്നും രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാൾക്കാണ് വാടകയ്ക്ക് കൊടുത്തിരുന്നത് എന്നും അയാളുടെ ഭാര്യ, അവരുടെ പേര് മായ മുരളി എന്നാണ്, ആ ഭാര്യയാണ് ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീയെന്നും അയാളുടെ ഇടന്ന് വിവരം കിട്ടി. ഈ 2 പേരെക്കുറിച്ചാണ് അയാൾക്കറിയുള്ളൂ. മൂന്നാമതൊരാൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന കാര്യം അയാൾക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഈ 25 മീറ്റർ മേളിൽ ആയിട്ടുള്ള വീട്ടിൽ കയറി ഞങ്ങൾ പരിശോധിച്ചു. അപ്പോൾ ആ വീട്ടിൽ പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും ക്രൈം നടന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഈ മായയുടെ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ഈ രഞ്ജിത്തിൻ്റെ കുറേ ഡോക്യുമെൻറ്റ്സൊക്കെ അവിടെ നിന്ന് കിട്ടി. ആധാർ കാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടി. മായയുടെ ഒരു ഫോൺ നമ്പർ എഴുതിയിരിക്കുന്ന ഡയറി ഒക്കെ കിട്ടി. അങ്ങനെ അവിടുന്ന് ഈ മായയെക്കുറിച്ചുള്ള അഡ്രസ്സും മായയുടെ മേൽവിലാസം മനസ്സിലാക്കി. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മായയുടെ അച്ഛൻ്റെയും അതുപോലെ തന്നെ സഹോദരിയുടെയും ഫോൺ നമ്പർ അവിടെ നിന്ന് കിട്ടി. അവരെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മായയുടെ വീട്ടിൽ ഒരു ചെറിയ അപകടം ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ടൊന്ന് വരണം പറഞ്ഞാണ് വിവരം അറിയിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവരവിടെ സ്ഥലത്തെത്തി. അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മനസ്സിലായി. ഈ മായ നേരത്തെ വിവാഹിതയായിരുന്നു. അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. മായയ്ക്ക് ആ വിവാഹത്തിൽ 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളും ഈ മായയുടെ അനുജത്തി മഞ്ജുവിൻ്റെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും കൂടെയും താമസമാണ്. അവരുടെ മായയുടെ അച്ഛന് 2 ഓട്ടോറിക്ഷകളുണ്ടായിരുന്നു. അങ്ങനെ ആ ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് വന്നയാളാണ് രഞ്ജിത്ത് എന്ന് പറഞ്ഞത്. അയാളൊരു ഓട്ടോ ഡ്രൈവറാണ്. അങ്ങനെ അവരുടെ വീട്ടിൽ ഓട്ടോ ഓടിച്ച് അങ്ങനെ മായയായിട്ട് പരിചയപ്പെട്ട് അവർ തമ്മിൽ വിവാഹിതരാവുകയും കുറേ നാൾ അവരുടെ അച്ഛൻ്റെയൊക്കെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് അവർ മാറി താമസം ആയതൊക്കെയാണെന്നുള്ള വിവരം കിട്ടി. മായയുടെ ശവശരീരം പരിശോധിച്ചാൽ മായയുടെ ശരീരത്ത് മറ്റ് മുറിവുകളൊന്നും കണ്ടില്ല. പക്ഷേ നെറ്റിയുടെ ഭാഗത്തായിട്ട് ഒരു ചതഞ്ഞ ഒരു പാടുണ്ടായിരുന്നു. അല്ലാതെ മറ്റ് കൂടുതൽ മുറിവുകളോ പരിക്കുകളോ ഒന്നും കണ്ടില്ല. മായയുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 കൊല്ലം തികഞ്ഞിട്ടില്ല. ഈ രണ്ടാമത്തെ വിവാഹം കഴിഞ്ഞാൽ 7 കൊല്ലം തികഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിന് ഇൻക്വസ്റ്റ് നടത്തേണ്ടത് തഹസിൽദാരായതുകൊണ്ട് തഹസിൽദാരെ വിവരം അറിയിച്ച് ഈ ബോഡിയുടെ ഇൻക്വസ്റ്റ് സ്ഥലത്ത് വെച്ച് നടത്തി. അതോടൊപ്പം തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കേസിൻ്റെ അന്വേഷണം തുടങ്ങി. മായയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ മായയുടെ നെറ്റിയിൽ ഒരു പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കിൽ നിന്നുള്ള കാഠിന്യം കൊണ്ടാണ് മായയ്ക്ക് മരണം സംഭവിച്ചെന്നുള്ളതും അത് ഏകദേശം ഒരു 5-6 മണിക്കൂറിനുള്ളിൽ സംഭവിച്ച ഇതുമാണെന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. മായയുടെ നെറ്റിയിലേറ്റ ഒരു മുറിവിൻ്റെ കാഠിന്യത്തിലാണ് മരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം. അതെങ്ങനെ മായയ്ക്ക് പരിക്കേറ്റുവെന്നോ കൂടെ ഉണ്ടായിരുന്ന 2 പേര് രഞ്ജിത്ത് അതുപോലെ തന്നെ കൂടെ മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു, അവർക്ക് എന്ത് പറ്റി, അവരെങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ചൊന്നും ആ സമയത്ത് യാതൊരു
ഇൻഫർമേഷനും യാതൊരു അറിവും അടുത്തു നിന്നൊന്നും കിട്ടിയിട്ടിരുന്നില്ല. രഞ്ജിത്തിൻ്റെ ഫോണിൻ്റെ CDR പരിശോധിച്ചാൽ ആ ഫോൺ അന്ന് ഈ സ്ഥലത്ത് വെച്ച് അതിൽ കോളുകൾ വന്നിട്ടുണ്ട്. പക്ഷേ രാത്രി ഏകദേശം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൽ മെസ്സേജോ കോളോ ഒന്നും വന്നിട്ടില്ല. പക്ഷേ ആ ഫോൺ ഞങ്ങൾ പോലീസ് ആ വീട്ടിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട് മുഴുവൻ പരിശോധിച്ചെങ്കിലും അങ്ങനെ ഒരു ഫോൺ കണ്ടെത്തിയിട്ടില്ല. മറ്റേ ആളോ അയാളുടെ ഫോണോ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. മായയുടെ ഫോൺ ഈ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിത്തിൻ്റെ ഫോൺ ഇത് കൂടെ ഉണ്ടായിരുന്ന ആൾ, ഇത്രയും പേരെക്കുറിച്ച് ഒരു വിവരം അന്നേരം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ രഞ്ജിത്ത് ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു. രഞ്ജിത്തിൻ്റെ ഓട്ടോയും അവിടെ സ്ഥലത്ത് കാണാനില്ല. അതും എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം അറിയാൻ പറ്റില്ല. ഈ കൃത്യം നടന്ന വീടിൻ്റെ ആ ഭാഗത്ത് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ തൊട്ടയൽവക്കത്ത് വീടുകളില്ല. മാത്രമല്ല അന്ന് രാത്രി അവിടെ മഴ പെയ്തിരുന്നു. അതുപോലെ ഈ വീട്ടിൽ കുറച്ച് നാളായിട്ട് കറണ്ട് കട്ടായിട്ട് കിടക്കുകയായിരുന്നു. അല്ലെങ്കിൽ തന്നെ മഴയായത് കാരണം മുകളിലുള്ള വീടുകളിലൊന്നും കുറച്ച് നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും നടന്നതായിട്ട് അയൽവക്കക്കാർക്ക് എന്തെങ്കിലും വിവരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തരാൻ പറ്റിയില്ല. ആദ്യം വന്നിരുന്ന മായയുടെ അച്ഛനും സഹോദരിയും അവരെ കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഈ മായ മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് അവരാകെ ഞെട്ടിയിരിക്കുകയാണ്, ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവരെ കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ നൽകിയ വിവരങ്ങൾ രഞ്ജിത്തിൻ്റെ വീട് കൊടപ്പനക്കുന്ന് ഭാഗത്താണ് ആയിരുന്നു. അയാളുടെ സ്വദേശം കൊടപ്പനക്കുന്ന് ഭാഗത്താണ്. അയാളുടെ 2 സഹോദരിമാരും അമ്മയും അവിടെ താമസമുണ്ട്. നേരത്തെ അയാൾ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ഈ കൊടപ്പനക്കുന്ന് ഭാഗത്തായിരുന്നു. അതിനുശേഷമാണ് മായയുടെ വീട്ടിലുള്ള ഓട്ടോറിക്ഷ ഓടിച്ചു തുടങ്ങിയിരുന്നത്. അയാൾക്ക് കൂടുതൽ പരിചയക്കാരുമൊക്കെ ഉള്ള കൊടപ്പനക്കുന്ന് ഭാഗത്തേക്കാണ്. അപ്പോൾ അയാളെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തണമെങ്കിൽ, അയാൾക്ക് എന്ത് പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷണം നടത്തണമെങ്കിൽ കൊടപ്പനക്കുന്ന് ഭാഗത്തേക്ക് ഉള്ള അന്വേഷണം നടത്തണം എന്നുള്ള രീതിയിൽ മായയുടെ അനിയത്തിയും അച്ഛനുമൊക്കെ അവരങ്ങനെ പറഞ്ഞു. അതിനെ തുടർന്ന് അങ്ങനെ ഞങ്ങൾ അന്വേഷണം നടത്തി തുടങ്ങി. ഈ കൃത്യസ്ഥലം മുതൽ കൊടപ്പനക്കുന്ന് ഭാഗത്തേക്ക് ഉള്ള വഴിയരികിലുള്ള CCTV ക്യാമറകളും ഒക്കെ പരിശോധിച്ച് അന്വേഷണം നടത്തി. പക്ഷേ 6:30 പോലീസ് അവിടെ വന്നു. അപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും പോവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരം വെളുക്കുന്നതിന് മുമ്പായിരുന്നു. അപ്പോൾ ഇരുട്ടത്തായതുകൊണ്ട് അവിടുന്ന് കൂടുതൽ സഹായങ്ങളൊന്നും ഈ CCTV ദൃശ്യങ്ങളിൽ നിന്നൊന്നും കൂടുതൽ സഹായങ്ങളൊന്നും കിട്ടിയില്ല. വിവരങ്ങൾ അന്വേഷിച്ച് അങ്ങനെ പോയി വരുമ്പോൾ കാട്ടാക്കടയിൽ നിന്ന് കൊടപ്പനക്കുന്നിന് പോകുന്ന ഒരു വഴിയിൽ അവിടെ ഒരു 5-6 കിലോമീറ്റർ മാറി കഴിയുമ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ഈ കാര്യങ്ങൾ ഈ വീട്ടിൽ നിന്ന് കിട്ടിയ രഞ്ജിത്തിൻ്റെ ഫോട്ടോയും മറ്റും വെച്ച് അന്വേഷണമൊക്കെ നടത്തി ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലുള്ള ഓട്ടോറിക്ഷക്കാർ പറഞ്ഞു അതിലൊരു ഓട്ടോ ഡ്രൈവർ ഇതുപോലൊരാളെ രാവിലെ മുണ്ടും ഷർട്ടും ഇട്ട ആളാണ്. അയാളെ രാവിലെ അവിടെ നിന്ന് കൊടപ്പനക്കുന്നിന് പോകുന്ന ദിശയിലല്ല, വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, കൊടപ്പനക്കുന്നിൽ നിന്നും കുറച്ച് ഒരു 10-15 കിലോമീറ്റർ മാറിയുള്ള വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവിട്ടതായിട്ട് ഇയാൾ മൊഴി പറഞ്ഞു. ഇയാളുടെ ഓട്ടോയിൽ കയറി അവിടെ ചെന്ന് കൊടപ്പനക്കുന്നിൽ നിന്ന് ഇറക്കി വിട്ടതായിട്ട് അയാൾ വിവരം പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ ഇയാളെയും കൂട്ടിക്കൊണ്ട് പോലീസ് സംഘം നേരെ വട്ടപ്പാറയിലേക്ക് പോയി. വട്ടപ്പാറയിൽ എത്തി അയാളെ ഇറക്കി വിട്ട സ്ഥലത്ത് അന്വേഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ഈ രഞ്ജിത്ത് ആ കടയിലൊരു തുണിക്കടയാണ്, ആ തുണിക്കടയിൽ കയറുന്നതും അവിടെ നിന്ന് കുറച്ച് തുണിയൊക്കെ വാങ്ങുന്നതും ഒക്കെ ദൃശ്യങ്ങളിൽ നിന്ന് കിട്ടി, CCTV ദൃശ്യങ്ങളിൽ നിന്ന് കിട്ടി. അപ്പോൾ ആൾ രഞ്ജിത്ത് തന്നെയാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അയാൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോന്നിട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. അങ്ങനെ വീണ്ടും രഞ്ജിത്തിനെ ഫോളോ ചെയ്ത് അന്വേഷണം നടത്തി വരുമ്പോൾ അവിടെ നിന്ന് ഈ വട്ടപ്പാറയുടെ ഒരു പ്രത്യേകത തന്നെ, വട്ടപ്പാറയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും ബസ് കയറി പോകാം. അതുപോലെ തന്നെ MC റോഡ് ആണ് അവിടെ ഉള്ളത്. കോട്ടയം, കൊട്ടാരക്കര ഇങ്ങനെ ഏത് ഭാഗത്തേക്ക് പോകാനും അവിടെ നിന്ന് പോകാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഏത് വഴിക്കാണ് രഞ്ജിത്ത് പോയിട്ടുള്ളത് എന്ന് അന്വേഷിച്ച് ആദ്യം സൂചനകളൊന്നും കിട്ടിയില്ല. പിന്നീട് ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ അന്വേഷിച്ചതിന് ശേഷം ഈ രഞ്ജിത്ത് അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചിട്ട് തിരിച്ച് അയാൾ കൊടപ്പനക്കുന്ന് ഭാഗത്തേക്ക് തിരിച്ച് പോകുന്നതായിട്ട് ഒരു വിവരം കിട്ടി. അങ്ങനെ ആ ഓട്ടോറിക്ഷക്കാരനെ കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പം ഈ രഞ്ജിത്തിനെ ഇയാൾ കൊടപ്പനക്കുന്നിന് തൊട്ടടുത്തുള്ളൊരു ജംഗ്ഷനിൽ അവിടെ കൊണ്ടുവിട്ടു എന്നുള്ളൊരു വിവരം അയാളുടെ അടുത്ത് കിട്ടി. നേരെ അവിടുന്ന് പോലീസ് സംഘം കൊടപ്പനക്കുന്നിൻ്റെ ആ ഭാഗത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ രഞ്ജിത്തിന് സുഹൃത്തുക്കളും ഒക്കെ ഉള്ളത് കൊടപ്പനക്കുന്ന് ഭാഗത്താണ്. അയാൾ നേരത്തെ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന കൊടപ്പനക്കുന്ന് ഭാഗത്താണ്. അപ്പോൾ ഏകദേശം ഒരു വൈകിട്ട് 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടെ
കൊടപ്പനക്കുന്ന് ഭാഗത്ത് ഒന്ന് അന്വേഷണം തുടങ്ങി. കൊടപ്പനക്കുന്നിന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറം മാറിയിട്ടാണ് ഈ രഞ്ജിത്തിനെ ഇറക്കി വിട്ടതായിട്ട് ഇയാൾ പറയുന്നത്. അപ്പോൾ അയാളെ ഇറക്കി വിട്ട സ്ഥലത്തു നിന്ന് CCTV ദൃശ്യങ്ങൾ അവിടുന്ന് പരിശോധിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ രഞ്ജിത്ത് അവിടുന്ന് നടന്നു വരുന്നുണ്ട്. പക്ഷേ ആ ഭാഗത്ത് ഒരുപാട് CCTV ദൃശ്യങ്ങളൊന്നുമില്ല. ആ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നതായിട്ട് ഉള്ള ദൃശ്യങ്ങൾ കിട്ടി. പക്ഷേ വരുന്നത് കൊടപ്പനക്കുന്ന് ഭാഗത്തേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഇയാളുടെ വീട് അവിടെയുണ്ട്. ആ വീടിൻ്റെ ഭാഗത്ത് വന്ന് അന്വേഷിച്ചു. വീട്ടിൽ ഇയാൾ ആ വീട്ടിൽ താമസം ഇല്ല. അയാളുടെ 2 സഹോദരിമാരാണ് അവിടെ താമസിക്കുന്നത്, അമ്മയും ഉണ്ട്. അപ്പോൾ ആ വീട്ടിൽ വന്ന് അന്വേഷിച്ചു. അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ അങ്ങോട്ട് വന്നിട്ടില്ല. കുറേ ആളുകളായിട്ട് അയാളത്ര വീടുമായിട്ട് ബന്ധത്തിലല്ല ഇരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് അങ്ങനെ അവിടെ നിന്നുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ അയാളുടെ സുഹൃത്തുക്കളെന്ന് പറയുന്ന ആളുകൾ, നേരത്തെ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഉള്ള ആളുകളൊക്കെ പലരെയും കണ്ട് അന്വേഷണം നടത്തിയെങ്കിലും അയാളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല. പക്ഷേ അയാൾ ഈ കൊടപ്പനക്കുന്ന് ഭാഗത്തേക്ക് വരുന്നതായിട്ടുള്ളൊരു വിവരം കിട്ടി. അപ്പോൾ ഈ കൊടപ്പനക്കുന്ന് ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദൂരദർശൻ കേന്ദ്രം ഇരിക്കുന്ന സ്ഥലമാണ്. ഒരു കാട്ട് പ്രദേശമാണ്. അവിടെ ഈ ദൂരദർശൻ കേന്ദ്രത്തിന് ചുറ്റും തന്നെ വലിയ ഒരു വനം പോലത്തെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ഒളിച്ച് ഇരിക്കാവുന്ന സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഒരു സംശയം തോന്നി, ഇയാൾ ഈ കൊടപ്പനക്കുന്ന് ഭാഗത്തുള്ള ആ കാട്ടിൽ കയറി എവിടെയെങ്കിലും ഒളിച്ചിരിക്കേണ്ടോ, അയാൾക്ക് നല്ല പരിചയമുള്ള സ്ഥലമാണ് അവിടെ. അങ്ങനെ ഇരിക്കാനുള്ള സാധ്യത ഉള്ളതായിട്ടൊക്കെ അയാളുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് പലരും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അതിൻ്റെ അത് കയറാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം കിട്ടി. ആ അന്വേഷണമൊക്കെ നടക്കുമ്പോൾ പലരും ഇങ്ങനെ സംശയകരമായ രീതിയിൽ അയാളുടെ മുണ്ടിൻ്റെ കളറും ഷർട്ടിൻ്റെ കളറും അറിയാം, പല രീതിയിലും പല സ്ഥലത്തോടെ അങ്ങനെ പാസ് ചെയ്ത് പോയതായിട്ടൊക്കെ കുറേ വിവരങ്ങൾ കിട്ടി. അതനുസരിച്ച് ആ സമയത്ത് ഇയാൾ ഈ കൊടപ്പനക്കുന്നിൻ്റെ ആ ഭാഗത്തുള്ള കുന്നിൽ കയറി ആ വനഭാഗത്ത് കയറി ഒളിച്ചിരിക്കണമെന്നുള്ളൊരു വിശ്വാസത്തിൽ അത് അവിടെ പരിശോധിച്ച് നോക്കണമെങ്കിൽ അത് പോലീസ് മാത്രം വിചാരിച്ചാൽ പറ്റില്ല. അങ്ങനെ പോലീസ് വേണമെങ്കിൽ കുറേ ആളുകൾ വേണം. അപ്പോഴത്തേക്കും ഈ മരിച്ച മായയുടെ ബന്ധുക്കളെല്ലാം കൂടി അവർ ആ ഭാഗത്തൊക്കെ ഉള്ളവരാണ്. അവർ പല കൂടി ഒരു 10-70ഓളം ആളുകൾ ആ സ്ഥലത്തെത്തി. അങ്ങനെ പോലീസും അവരെല്ലാം കൂടി ഈ കൊടപ്പനക്കുന്നിൻ്റെ ആ വനഭാഗം പല വഴിയിൽ കൂടി കംപ്ലീറ്റ് അവിടെ അരിച്ചു പറക്കി പരിശോധിച്ച് നോക്കി. പക്ഷേ യാതൊരു വിവരവും അവിടെ ഈ രഞ്ജിത്തിനെ കുറിച്ചുള്ള വിവരം കിട്ടിയില്ല. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19 ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. രഞ്ജിത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെക്കുറിച്ചുള്ള കാര്യവും ആ സമയത്ത് അന്വേഷണം നടത്തിയതിന് ശേഷം കിട്ടിയില്ല. രഞ്ജിത്തിൻ്റെ ഫോൺ നമ്പറിൻ്റെ കോൾ ഡീറ്റെയിൽസൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് നേരത്തെ ഈ കുറ്റകൃത്യം നടന്നതിന് ശേഷം ആ ഫോൺ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ അതിന് മുമ്പുണ്ടായിരുന്ന കോൾ ഡീറ്റെയിൽസൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അതിലൊരു ഫോൺ നമ്പർ, ആ ഫോൺ നമ്പർ CDR എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അതൊരു ഫോൺ നമ്പർ, അതിൻ്റെ ലൊക്കേഷൻ ചില സമയങ്ങളിൽ ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തന്നെ കാണുന്നു. അതിൻ്റെ മേൽവിലാസം എടുത്ത് അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് ഈ രഞ്ജിത്തിൻ്റെ ഒരു ബന്ധുവായിരുന്നു. അയാളായിരുന്നു ഈ രഞ്ജിത്തിൻ്റെ കൂടെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. അയാൾ കുറേ ദിവസങ്ങൾ അവിടെ താമസിച്ചിരുന്നു. പക്ഷേ ഈ സംഭവം ഉണ്ടാകുന്നതിന് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അയാൾ ആ വീട്ടിൽ നിന്ന് താമസം മാറ്റി തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് തന്നെ പോയിരുന്നു. അയാൾ വിവാഹമൊന്നും കഴിക്കാതെ ചെറിയ പൂജകളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു സ്വാമി ആയിട്ട് നടക്കുന്ന ഒരാളാണ്. അയാൾക്ക് ഈ കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ അവിടെ പോയിരുന്നു. പക്ഷേ അയാൾ ചില വിവരങ്ങൾ പറഞ്ഞു, ഈ മായയും രഞ്ജിത്തും കൂടെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവാറുണ്ട്. അങ്ങനെ വഴക്കൊക്കെ ഉണ്ടായി, പല കാര്യങ്ങൾക്കുള്ളും വഴക്കുണ്ടാവാറുണ്ട്. അങ്ങനെ വഴക്കൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് മാറാൻ കാര്യം. കാരണം ഈ വഴക്കിന് അയാൾ മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അവസാനം അത് രഞ്ജിത്തിന് അയാളെ മായയായിട്ട് ബന്ധപ്പെടുത്തി ചില സംശയങ്ങളൊക്കെ അയാൾ പറഞ്ഞു തുടങ്ങി. അത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അയാൾ ശ്രമിക്കുന്നതുകൊണ്ടെന്ന് തോന്നിയതുകൊണ്ടും പിന്നെ കൂടുതൽ അവിടെ നിൽക്കുന്നത് നല്ലതല്ല എന്ന് തോന്നിയതുകൊണ്ടും ആണ് അയാൾ അവിടെ നിന്ന് അയാളുടെ കുറച്ച് സാമഗ്രികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് അയാൾ അവിടെ നിന്ന് താമസം മാറ്റിയതാണ്. അത് ഈ സംഭവത്തിന് 2-3 ദിവസം മുമ്പ് തന്നെ അവിടെ നിന്ന് അയാൾ താമസം മാറ്റിയിരുന്നു. ഈ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അയാൾക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല എന്നുള്ള ഇതാണ് അയാളെ കണ്ട് മൊഴിയെടുത്തപ്പോൾ ചോദിച്ചത്. അയാളെ കൃത്യമായിട്ട് കണ്ടെത്തുകയും അയാളുടെ മൊഴിയെടുക്കുകയൊക്കെ ചെയ്തു. ഇനി രഞ്ജിത്തിനെയാണ് കണ്ടെത്തുന്നത്. രഞ്ജിത്തിനെ ഈ കൊടപ്പനക്കുന്ന് ഭാഗത്ത് മുഴുവൻ കയറി പരിശോധിച്ചെങ്കിലും രഞ്ജിത്തിനെക്കുറിച്ച് ഒരു അറിവുമില്ല. അന്ന് രാത്രി ഈ കൊടപ്പനക്കുന്നിൻ്റെ ഭാഗത്തുനിന്ന്, അതൊരു റൗണ്ടായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, അതിൻ്റെ എല്ലാ ഭാഗത്തും കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന്
ജീപ്പുകൾ രാത്രി ഡ്യൂട്ടിക്കിട്ട്, അത് കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയല്ല, കാട്ടാക്കട DYSPയുടെ കീഴിലുള്ള സ്ഥലമല്ല, പക്ഷേ കാട്ടാക്കട സബ് ഡിവിഷനിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ജീപ്പുകൾ എടുത്ത് അന്ന് രാത്രി മുഴുവൻ ഈ ഭാഗം ഏതെങ്കിലും രീതിയിൽ ഇവിടുന്ന് പുറത്തിറങ്ങി പോകുന്നുണ്ടെങ്കിൽ അയാളെ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ മഫ്തിയിലും അല്ലാതെയൊക്കെ ആയിട്ട് പോലീസിനെ അവിടെ ഡ്യൂട്ടിയിലിട്ടിരുന്നു. പക്ഷേ രഞ്ജിത്തിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അയാൾ ഇതിലെ പോയിന്നോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ള യാതൊരു വിവരവുമില്ല. അയാളുടെ ഫോൺ നമ്പർ വർക്ക് ചെയ്യുന്നില്ല, ഫോണിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അങ്ങനെ കേസിൻ്റെ അന്വേഷണം യഥാർത്ഥത്തിൽ എന്താ നടന്നതെന്ന് പോലും, എന്താണ് മായ്ക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു അവർ പരിക്കേറ്റാണ് അവരെ കൊലപ്പെടുത്തുക എന്ന് മനസ്സിലായി. പക്ഷേ അത് ആരാണ് എന്താണെന്നുള്ള രീതിയിൽ ഒരു അറിവുമില്ല. പക്ഷേ സ്ഥലത്ത് നിന്ന് രഞ്ജിത്ത് പോയിട്ടുണ്ട്. രഞ്ജിത്ത് അതുപോലെ തന്നെ ഫോണും ഒന്നും ഉപയോഗിക്കാതെ അയാളെ ഏതോ രീതിയിൽ ഒളിവിലിരിക്കുന്നുണ്ട്. അങ്ങനെ കേസിൻ്റെ അന്വേഷണത്തിന് യാതൊരു മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങളും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ, ഇവരെ രഞ്ജിത്തും മായയും താമസിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ, അയാളെ മറ്റ് തെളിവുകളൊന്നും ഇല്ലാതെ കാരണം ഇടയ്ക്കിടയ്ക്ക് അയാളെ കണ്ട് ചോദിക്കുകയും അയാളോട് ഫോണിലൊക്കെ വിവരം ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അയാളെ കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ഒരു കാര്യം പറഞ്ഞു. ഒരു ദിവസം, അതൊരു 3 ദിവസത്തിന് ശേഷമാണ്, അയാൾ പറഞ്ഞു ഒരു ഫോണിൽ, അത് സംസാരിച്ച് വരുന്നതിനിടയ്ക്ക് അയാൾ പറഞ്ഞാണ്, ഫോണിൽ ഒരാൾ അയാളെ വിളിച്ചിരുന്നു. ഇത് മായയുടെ നമ്പറാണോ എന്നുള്ള തമിഴ് രീതിയിലാണ് സംസാരിച്ചത്. മായയുടെ നമ്പറാണോ, മായ ഒരു പാത്രച്ചിട്ടിക്ക് ചേർന്നിരുന്നു, മായയുടെ തന്ന നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇയാളോട് സംസാരിച്ചത്. ഇയാൾക്കത് അത്ര ക്ലിയർ ആയില്ലായിരുന്നു. ഇയാൾ കട്ട് ചെയ്യുകയും ചെയ്തു, മായയുടെ നമ്പറല്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്യുകയും ചെയ്തു. ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ വന്ന് കണ്ട് ചോദിച്ചപ്പോഴാണ് അയാൾ തലേ ദിവസം നടന്ന ഈ കാര്യം, ഈ കേസിനെ കുറിച്ച് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല കാരണം പോലീസുകാർ പല കാര്യങ്ങളും ചോദിച്ചു വരുന്ന രീതിയിൽ വന്നപ്പോഴാണ് അയാൾ ഇങ്ങനെ ഒരു കോള് വന്ന കാര്യം പോലീസുകാരോട് പറഞ്ഞത്. അപ്പോൾ ആ കോള് കേട്ടപ്പോൾ അയാളുടെ കയ്യിൽ അതിൻ്റെ കോൾ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അതൊരു വളരെ കുറച്ച് സമയമേ മായ എവിടെയുണ്ട്, മായക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അത്രയും മാത്രമേ അതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ആ കോളിനെ കുറിച്ച് ഒരു സംശയം തോന്നിയതിനെ തുടർന്ന് ആ വന്ന കോളിൻ്റെ നമ്പർ എടുത്തു. ആ കോളിൻ്റെ നമ്പർ എടുത്തിട്ട് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി അതിൻ്റെ അഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ അത് തിരുവനന്തപുരം വികാസ് ഭവനടുത്തുള്ള, അതായത് റൂറൽ പോലീസ് ഓഫീസ് അവിടെയാണ്, അതിൻ്റെ അടുത്തുള്ളൊരു കടയിലെ നമ്പറാണെന്നുള്ള കാര്യം മനസ്സിലായി. അതിൻ്റെ അഡ്രസ്സും ഇതൊക്കെ എടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ കടയിലെത്തി ഇയാളോട് ഈ കോളിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അയാൾക്ക് ആ കോളിനെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മയില്ല. അയാൾക്ക് ഈ കെട്ടിട ഉടമസ്ഥനെ പരിചയമില്ല, ഇയാളെ നേരത്തെ വിളിച്ചിട്ടില്ല. പക്ഷേ ഈ പോലീസ് വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തലേ ദിവസം ഒരാളെ കടയിൽ വന്നിട്ട് എന്തോന്ന് അറിയാവുള്ളത് കുടിക്കുകയും അതിന് ശേഷം ഈ ഫോൺ എടുത്ത് ഒരു കോള് വിളിക്കാൻ ചോദിച്ച് ഈ കടക്കാരൻ്റെ അനുവാദത്തോടുകൂടി ഒരു കോള് വിളിച്ചതായിട്ടും കടക്കാരൻ ഓർത്ത് പറഞ്ഞു. അപ്പോൾ ഈ രഞ്ജിത്തിൻ്റെ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോൾ അത് രഞ്ജിത്താന്നായിട്ട് അയാൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവിടെ ആ സ്ഥലത്ത് രഞ്ജിത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതിനെ മനസ്സിലാക്കി. തുടർന്ന് ആ ഭാഗത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ കടയുടെ ഭാഗത്തുനിന്ന് മുകളിലേക്ക് കയറി സ്റ്റേഡിയം, തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഒരു കൊട്ടാരക്കര ബസ്സിൽ കയറി ഈ രഞ്ജിത്ത് പോകുന്നതായിട്ട് മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് മുന്നോട്ട് അയാളെ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങി അല്ലെങ്കിൽ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും മുന്നോട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ പോലീസിനെ അന്വേഷിക്കാൻ പറ്റുന്നത് അതിനിടയിൽ ഈ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്ന് ബസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വട്ടപ്പാറ വഴിയാണ് അത് കൊട്ടാരക്കരയ്ക്ക് പോകുന്നത്. അപ്പോൾ വട്ടപ്പാറയിൽ ഇയാൾ ഇറങ്ങേണ്ടോ എന്നുള്ള കാരണം കുറ്റകൃത്യം നടന്നതിന് ശേഷം ആദ്യം അയാളെ കണ്ടത് അയാൾ എത്തിയത് വട്ടപ്പാറയിലാണ്. അപ്പോൾ വട്ടപ്പാറയിൽ അയാൾ എത്തിയിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ വട്ടപ്പാറ ഭാഗത്ത് മുഴുവൻ അന്വേഷണം നടത്തി. പക്ഷേ രഞ്ജിത്തിനെ കുറിച്ചൊന്നും വിവരം കിട്ടിയില്ല. ഈ ബസ്സിൽ ഇറങ്ങി വന്നതായിട്ടോ അല്ലെങ്കിൽ യാത്ര ചെയ്യണമായിട്ടൊന്നും വിവരം കിട്ടിയില്ല. പിന്നീട് എല്ലാ സ്റ്റോപ്പുകളും നോക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എളുപ്പമുള്ള മാർഗ്ഗമല്ല. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ചെന്ന് അയാൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തു. കാരണം കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനിടയിലുള്ള വഴിയിൽ നോക്കണ്ടല്ലോ. അപ്പോൾ വട്ടപ്പാറ കഴിഞ്ഞതിന് ശേഷം അടുത്ത നോക്കാമെന്നുള്ള ഇത് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നോക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് ഭാഗത്ത് ഈ ബസ് വരുന്ന സമയം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ നോക്കി. പക്ഷേ ഈ ബസ്സിൻ്റെ ഡയറക്റ്റ് CCTV ദൃശ്യങ്ങളൊന്നും കിട്ടിയില്ല. അതിന് ചുറ്റും ഉള്ള ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള
കടകളും സി സി ടി വി ഒക്കെ ഒന്ന് പരിശോധിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമോ എന്നുള്ള രീതിയിൽ കാട്ടാക്കടയിൽ നിന്നുള്ള സ്ക്വാഡ് അംഗങ്ങൾ, SI അലോഷ്യസ് അടക്കമുള്ള സ്ക്വാഡ് അംഗങ്ങൾ ആ ഭാഗത്തൊക്കെ അവർ കംപ്ലീറ്റ് പരിശോധിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. കാരണം മായയുടെ മരണം അവിടെ ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ്. കാരണം 2 പെൺകുട്ടികളുള്ള ആളാണ് മായ. ഈ 2 കുട്ടികളിൽ ഒരല്പം ബുദ്ധിക്ക് കുറവുള്ള ആളാണ്. അങ്ങനെ 2 കുട്ടികളുടെ അമ്മയെ മരണപ്പെട്ട് കിടക്കുന്നു. പ്രതി ആരാണെന്നുള്ള കാര്യം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പ്രതിയായിട്ട് സംശയിക്കുന്ന ആളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതിനുവേണ്ടി അവരുടെ ബന്ധുക്കളെല്ലാം ഇതിനുവേണ്ടി കൃത്യമായിട്ട് എല്ലാ ദിവസവും അവർ കേസിൻ്റെ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് അന്വേഷിക്കുകയും അതുപോലെ പ്രതിയെ കണ്ടെത്താൻ, രഞ്ജിത്തിനെ കണ്ടെത്താത്തത് എന്താണെന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തയൊക്കെ ആയിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് രഞ്ജിത്തിനെ കണ്ടെത്തുക, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ വട്ടപ്പാറയിൽ നിന്ന് വിവരങ്ങളൊന്നും കിട്ടാത്ത കാരണം ഇനി കൊട്ടാരക്കര കംപ്ലീറ്റ് പരിശോധിച്ചിട്ടേ പോരൂ എന്നുള്ള രീതിയിലാണ് ഇവിടുന്ന് SI ടീം പോയത്. അവരങ്ങനെ പരിശോധിച്ച് വന്ന് ആദ്യം വിവരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും അവിടെ അതിനോട് ചേർന്നുള്ളൊരു ഹോട്ടലിൻ്റെ ഭാഗത്ത് ഉള്ളൊരു ചെറിയ CCTV ദൃശ്യത്തിൽ ഒരു രഞ്ജിത്തിനെ പോലെ ഒരാൾ മൂവ് ചെയ്ത് പോണ പോലത്തെ ഒരു ദൃശ്യം കിട്ടി. അപ്പോൾ ഇവിടുന്ന് വാഹനത്തിൽ കയറുമ്പോൾ ഉണ്ടായിരുന്ന ആ വസ്ത്രത്തിൻ്റെ കളറും ഒക്കെ നോക്കിയിട്ടാണ് ഏകദേശം ഇയാളായിരിക്കും എന്നുള്ളൊരു സംശയം തോന്നി. അതിനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ ഇയാൾ ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ അയാൾ കടയിലുള്ള ഉടമസ്ഥനോട് പറഞ്ഞിട്ട് അവരിൽ നിന്ന് ഒരു ഫോൺ മേടിച്ച് ഒന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്തതിന് ശേഷം അയാൾ ആഹാരം കഴിച്ചിട്ട് പിന്നെ തിരിച്ച് അവിടെ നിന്ന് ബാലൻസ് വാങ്ങി പോകുന്ന രീതിയിലാണ് CCTV ദൃശ്യങ്ങൾ കിട്ടിയത്. അപ്പോൾ അത് കടക്കാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കടക്കാരൻ ഈ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം കടക്കാരൻ പറഞ്ഞു ഒരാളവിടെ അന്നത്തെ ദിവസം വന്ന അയാളുടെ പൈസ ഇല്ലാത്തത് കാരണം പോക്കറ്റടിച്ച് പോയി എന്ന് പറഞ്ഞു. അയാൾക്ക് നാട്ടിലേക്ക് പോകാനുള്ളതാണ്, അതുകൊണ്ട് വീട്ടിലേക്കൊന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി ഫോണൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് കടക്കാരനെ ഒന്ന് ഫോൺ വാങ്ങി. അപ്പോൾ പൈസ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഗൂഗിൾ പേ ആയിട്ട് ഈ നമ്പറിലേക്ക് ഇട്ട് തരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഈ ഫോൺ വാങ്ങിയത്. ഫോൺ വാങ്ങി അയാൾ ഒരു ഫോണിലേക്ക് ഈ കടയിൽ വന്നയാൾ ഏതോ നമ്പറിലേക്ക് വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ്റെ ഫോണിലേക്ക് 400 രൂപയോളം ഒരു നമ്പറിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കിട്ടി. തുടർന്ന് ഇയാൾ അവിടുന്ന് ചായ കുടിച്ചതിന് ശേഷം ബാലൻസും വാങ്ങി അയാൾ അവിടുന്ന് പോയി എന്നുള്ള രീതിയിൽ ഈ ഹോട്ടൽ ഉടമസ്ഥൻ ഒരു മൊഴി പറഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൂഗിൾ പേ ചെയ്ത ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ വിളിച്ച ഒരു നമ്പറുണ്ട്. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും ഒരു നമ്പർ തന്നെയാണ്. ആ നമ്പർ ആ സമയത്ത് കിട്ടിയ നമ്പർ വെച്ച് നോക്കിയപ്പോൾ അത് തമിഴ്നാട്ടിലെ ഒരു നമ്പറാണ്. അത് ട്രൂ കോളറിലും അതുപോലെ തന്നെ അഡ്രസ്സ് എടുത്ത് സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ അഡ്രസ്സൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ വിളിച്ച നമ്പറിൻ്റെ ഉടമസ്ഥൻ തമിഴ്നാട്ടിലെ ഒരു SI ആണെന്ന് ഒരു സംശയം തോന്നി. കാരണം SI എന്നുള്ള രീതിയിലേക്കാണ് ട്രൂ കോളറിൽ ഇത് വന്നത്. അയാളുടെ മേൽവിലാസം തമിഴ്നാട്ടിലെ കമ്പത്തുള്ള ഒരു മേൽവിലാസമായിരുന്നു. അപ്പോൾ ഇയാളൊരു പോലീസാണോ എന്നുള്ളൊരു സംശയം ഈ ട്രൂ കോളറിൽ നോക്കി കഴിഞ്ഞപ്പോൾ കിട്ടി. എന്തായാലും ഇനി അവിടെ നിന്നിട്ട് ഇനി അന്വേഷണം അവിടെ വെച്ച് നിർത്തുന്ന കാര്യമില്ല. അപ്പോൾ തന്നെ ഈ അവിടം വരെ പോയ SIയും പാർട്ടിയും നേരെ അവർ കിട്ടിയ വിവരം വെച്ചുകൊണ്ട് അവർ നേരെ കമ്പത്തിന് പുറപ്പെട്ടു. അങ്ങനെ അവിടെ ചെന്ന് ബോറായാദവിൻ്റെ താമസിക്കുന്ന സ്ഥലത്തെത്തി ഇയാളെക്കുറിച്ച് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ ഇയാൾ ഒരു ബാഡ് ക്യാരക്ടറാണെന്നുള്ള കാര്യം മനസ്സിലായി. അയാൾക്ക് കുറച്ച് കേസുകളൊക്കെ ഉള്ളതാണ്. പക്ഷേ അയാളെ പിടിച്ചാലാണ് കേസിൻ്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. മഹാരാഷ്ട്രയിലുള്ള പോലീസിൻ്റെ സഹായത്തോടുകൂടി ഇയാളെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. ഇവിടുന്ന് പോയ ടീം പോയി. ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളൊരു ഗലിയിലാണ് താമസം. ഗലി എന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളുള്ള ഒരു ഭാഗമാണ്. അവിടെ ഇയാളുടെ വീട് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. അത് പോലീസുകാർക്ക് അറിയില്ല, അന്വേഷിച്ച് വേണം കണ്ടുപിടിക്കാൻ വേണ്ടി.